ഇരിക്കുന്ന പെണ്ണുങ്ങൾ എന്നും എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് ഭർത്താക്കന്മാരുടെ നിത്യചോദ്യം. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു ചക്ക കൊണ്ടുവന്നു. അത് ഞങ്ങളൊരു ബന്ധു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് എല്ലാം വൃത്തിയാക്കി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിപ്പോൾ ഞാനൊരു ഇത്തിരി ശർക്കരയും അതുപോലെ തന്നെ ചുക്കുപൊടി, ഏലക്കായ, ജീരകം എല്ലാം കൂടി പൊടിച്ചിട്ട് അടയാക്കി വെച്ചു. അപ്പോൾ അതിന് അടയാക്കാനായിട്ട് അപ്പച്ചെമ്പിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴേക്കും മീൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി അത് അരച്ച് പുരട്ടി വേവിക്കാനിട്ട്. അപ്പോൾ ഇത് അടയുണ്ടാക്കാൻ പോയ സമയത്ത് ചെറുതായിട്ട് മീനൊന്ന് കരിഞ്ഞു കേട്ടോ. ആ ഒരു ചെറിയൊരു കാരണം മതി ഒരു ദിവസത്തെ അംഗം ഉണ്ടാവാനായിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിങ്ങ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള കൊച്ചിന് കൊണ്ടുപോകാനുള്ള കറിയാക്കണം. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം സോയാബോൾ ഇരിപ്പുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഞാൻ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്ത് സബോളയൊക്കെ അരിഞ്ഞ് അതിലേക്കുള്ള ചേരുവകൾ ഞാൻ പച്ചമുളക് ഇട്ടില്ല. അതിന് പകരം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് ഉപ്പും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് ഈ വെന്ത സോയാബോളും കൂടി ഇട്ട് കൊടുത്ത് വേഗം അതൊന്ന് തോർത്തിയെടുത്തു കേട്ടോ. ഇതാണ് ഇന്നത്തെ കറി എന്ന് പറയണത്. പിന്നെ അതിൻ്റെ കൂടെ അവൾക്ക് മീൻ വറുത്തതും ഉണ്ടായിരുന്നു, പിന്നെ സമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാണ്ട് ഇതൊക്കെയാണ്. നമ്മൾ കാലത്തിൻ്റെ വൈകുന്നേരം വരെ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, എന്തുമാത്രം കഷ്ടപ്പാടാണ് സഹിക്കുന്നതെന്നുള്ളത് പോലും ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം പല ജോലികളെടുക്കും. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ച് അദ്ദേഹം ഏത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലി മാത്രം തീർക്കാനാണ് അവർക്കിഷ്ടം. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.